മൂന്നാറിൽ കാട്ടാനെ കണ്ട് ഭയന്നോടിയ സ്ത്രീക്ക് വീണ് പരിക്കേറ്റു. കല്ലാർ എസ്റ്റേറ്റ് സ്വദേശി ഷൈനിക്കാണ് പരിക്കേറ്റത്. തോട്ടത്തിൽ ജോലിക്കായി പോകുമ്പോൾ പിരിഞ്ഞ കൊമ്പന്റെ മുമ്പിൽ പെട്ടുപോവുകയായിരുന്നു. பார்த்துட்டு நிற்கும் போதே என்ன செஞ்சு இது வந்ததுல உள்ள குப்பரை விழுந்துட்டேன். കല്ലാറ് ഭാഗത്ത് ഷൈനി എന്ന് വിളിക്കുന്ന തോട്ടംതൊഴിലാളി രാവിലെ തോട്ടത്തിലേക്ക് പണിക്ക് പോകുമ്പോൾ ആനയുടെ മുന്നിൽ പെടുകയും ആന അവരെ ഓടിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അവർക്ക് വീണ് പരിക്ക് പറ്റിയിട്ടുള്ളതാണ്. മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന സമയത്ത് ഈ റോഡിലൂടെ തനിച്ചാണ് നടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അപകടം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കമ്പനിയായിട്ടൊരു ഈ വിഷയം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് ഈ കല്ലാറ് നല്ലതിന് ഭാഗത്ത് ആന ഉണ്ടെന്നുള്ളത് കൃത്യസമയത്ത് തന്നെ അലർട്ട് കൊടുത്തിട്ടുള്ളതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും മെസ്സേജ് വഴിയും അലർട്ട് കൊടുത്തിട്ടുള്ളതാണ്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. പറയൂ രാഹുൽ. എസ്കെൻ, പുലർച്ചെ 5 മണിക്കാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ കാട്ടാനെ കണ്ട് ഭയന്നോടി ഈ സ്ത്രീക്ക് പരിക്കേൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തോട്ടത്തിലെ ജോലിക്കായി പുലർച്ചെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയതാണ്. ഈ കല്ലാർ മാലിന്യ പ്ലാന്റിനോട് ചേർന്നുള്ള ഭാഗത്ത് വെച്ച് ഈ കാട്ടാന, അതായത് വിരിഞ്ഞ കൊമ്പൻ എന്ന് വെളിപ്പേരുള്ള ഒരു കൊമ്പനുണ്ട് ആ പ്രദേശത്ത്, ആ കാട്ടാന റോഡിൽ നിൽപ്പുണ്ടായിരുന്നു. ആ കാട്ടാന മുൻപിൽ ഈ സ്ത്രീ ഷൈനി പെടുകയായിരുന്നു. മഞ്ഞ് കാരണം അടുത്തെത്തിയപ്പോഴാണ് കാണാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ ഈ ഷൈനി ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ആന പിന്നാലെ തുരത്തി ഈ ഷൈനിയെ ഓടിക്കുകയായിരുന്നു. എന്തായാലും കല്ലെ തട്ടി മറിഞ്ഞു വീണ് മുഖത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത്. മൂക്കിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടാറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാത്രമല്ല, ഈ പ്രദേശത്തെ കഴിഞ്ഞ കുറച്ച് ദിവസമായി വിരിഞ്ഞ കൊമ്പൻ, ഒറ്റക്കൊമ്പൻ, അങ്ങനെ കാട്ടാനകൾ, നിരവധി കാട്ടാനകൾ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിനോടും അതുപോലെ തന്നെ കല്ലാർ എസ്റ്റേറ്റിനോടും ചേർന്നുണ്ട്. അടിയന്തരമായി വനം വകുപ്പ് കൂടുതൽ ഇടപെടൽ നടത്തണം, ഈ കാട്ടാനകളെ കൂടുതൽ മാറ്റി നിർത്താനുള്ള നടപടി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. തോട്ടം തൊഴിലാളികൾക്ക് വലിയ ആശങ്ക ഈ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട പ്രദേശത്തുണ്ട്. എസ്കെൻ.